ബഹുമാനമുള്ള സഹോദരങ്ങളെ, എല്ലാവരും ആത്മാർത്ഥപരമായിട്ട് ദുആ ചെയ്തു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. അല്ലാഹുവേ, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണം. എന്നാൽ റജബ് എന്ന് പറയുന്നത് റജബൻ ഷഹറുല്ലാഹ്, അത് അല്ലാഹുവിന്റെ മാസമാണ്. ആ മാസം നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയി. അള്ളാന്റെ പ്രവാചകര് പറഞ്ഞ രണ്ടാമത്തെ മാസം ഏതെന്നറിയോ? വശഅബാനു ശഹ്രീ. ശഅബാനെ പറ്റിയാണ്. ശഅബാൻ അതെന്റെ മാസമാണെന്ന് പുണ്യ നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ കാണുന്ന നമ്മൾ ഈ കടന്നു വന്ന പരിശുദ്ധമായ ശഅബാൻ, ഇത് റസൂലുള്ളാഹിന്റെ മാസമാണ്. ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലാൻ, ജീവിതത്തിന്റെ പ്രയാസങ്ങൾ ഖൽബിൽ വെച്ച റബ്ബിനോട് പറയാൻ അതിനു പറ്റുന്ന മാസമാണ്. എന്തിനേറെ പരിശുദ്ധമായ മദീനത്ത് പോകാൻ, ആ മസ്ജിദുൻ നബവിയുടെ ചാരത്ത് പോയിട്ട് അല്ലാഹുവിന്റെ പ്രവാചകരുടെ പച്ചക്കുപ്പയുടെ ചുവട്ടിൽ നിന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. റബീഉൽ അവ്വലിനെ പറ്റി പോലെ റസൂലുള്ളാഹി തങ്ങൾ എന്റെ മാസമെന്ന് അവിടെ പറഞ്ഞിട്ടില്ല. പിന്നീട് അവിടെ നിന്ന് പറഞ്ഞത് ശഅബാനു ശഹ്രീ, ശഅബാൻ എന്റെ മാസമാണെന്ന് നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ റസൂൽ പറയാൻ ശഅബാൻ എന്റെ മാസമാണ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്വലാത്തുകൾ അധികരിപ്പിക്കാനുള്ള മാസം, മൗലിദ് കിതാബൊക്കെ പാരായണം ചെയ്യാനുള്ള മാസം, നാളെ ആകപ്പാടുള്ള ശഫാഅത്തിന്റെ ഉടമസ്ഥർ റസൂലുള്ളാഹിയാണ്. അശ്ശഫാഅത ഖബ്ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖാ വഗ്ലനാ ഇൻലായാ സയ്യിദി ഖൈറൻ നബി. പരിശുദ്ധമാക്കപ്പെട്ട ശഅബാനിൽ മുത്തുനബിയുടെ സന്തോഷത്തിന് വേണ്ടി ഒരുങ്ങി വരണം. സ്വലാത്തുകൾ എത്രത്തോളം ചെല്ലാൻ പറ്റുമോ ഒരു കണക്ക് വെച്ചിട്ടെങ്കിലും നമ്മൾ സ്വലാത്ത് ചൊല്ലുമോ? നമ്മൾ ഒരുപാട് സ്വലാത്തുകളുടെ എണ്ണം വെക്കാൻ ഞാൻ താല്പര്യപ്പെടുകയല്ല, മറിച്ചിട്ടോ ഈ പരിശുദ്ധമായ സുന്ദരമായ ഈ മാസത്തില് നിറഞ്ഞ മനസ്സോടുകൂടിയിട്ട്, നല്ല മനസ്സോടുകൂടിയിട്ട്, നല്ല ചിന്തയോടുകൂടിയിട്ട് അള്ളാന്റെ പ്രവാചകരുടെ പേരിൽ സ്വലാത്തുകളും സലാമുകളൊക്കെ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് കടന്നു വന്ന വശഅബാനു ശഹ്രീ. ഈ മാസത്തിൽ, ഈ ഒരു മാസത്തിൽ ഏതൊരാൾ അങ്ങനെ കടന്നു വരുന്നോ അവൻ വിജയിച്ചുവെന്നാണ്, അവൻ സന്തോഷത്തിന്റെ വഴികളിലൂടെ അവൻ കടന്നുപോയെന്നാണ്. വശഅബാനു ശഹ്രീ, ശഅബാനിന്റെ മാസമാണെന്ന് പറയുമ്പോ ഒരു ളുഹർ നിസ്കാരം കഴിഞ്ഞാൽ ഒരു 100 സ്വലാത്ത് ഖൽബിൽ ചൊല്ലണം. ഒരു ഇശാ കഴിഞ്ഞാൽ ഒരു 100 സ്വലാത്ത് ചൊല്ലണം. ഒരു മഗ്രിബ് കഴിഞ്ഞാൽ ഒരു 100 സ്വലാത്ത് ചൊല്ലണം. ഒരു ഇശാ കഴിഞ്ഞാൽ 100 സ്വലാത്ത് ചൊല്ലണം. അങ്ങനെ സ്വലാത്തിന്റെ മാധുര്യം നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ മുഴുവനും ഇങ്ങനെ പടർന്നു വരുമ്പോ റസൂലുള്ളാഹി പറഞ്ഞ മാസത്തിലാണെങ്കിൽ വശഅബാനു ശഹ്രീ. അത് മാത്രവുമല്ല, ഈ പരിശുദ്ധമായ മാസത്തിൽ അള്ളാന്റെ റസൂലിന്റെ ഈ പവിത്രമായ ഈ മാസത്തിൽ അള്ളാന്റെ പ്രവാചകർ ഇഷ്ടപ്പെട്ടു പോയ, അള്ളാന്റെ പ്രവാചകർക്ക് വേണ്ടി അള്ളാഹു ഇറക്കി കൊടുത്തു പോയ ആ പരിശുദ്ധമായ പവിത്രമായ ആ പരിശുദ്ധമായ സൂറത്ത് കൂടെ നമ്മൾ പാരായണം ചെയ്യണം. പരിശുദ്ധമായ സൂറത്ത്, ആ പരിശുദ്ധമായ സൂറത്ത് നമ്മൾ പാരായണം ചെയ്തുകൊണ്ട് കടന്നു വരിക. ഏതാണ് ഒന്നാമത്തത്? ഇന്നാ
അഅതൈനാകൽ കൗസർ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. അല്ലാഹുവിന്റെ പരിശുദ്ധരായ ഹബീബിനെ ഇഷ്ടം വെച്ചുകൊണ്ട് കടന്നു വന്നവരെല്ലാം ഇന്നാ അഅതൈനാകൽ കൗസർ ശഅബാൻ 1 മുതൽ നമ്മൾ പാരായണം ചെയ്യണം. മഗ്രിബിന്റെ ടൈമായാൽ മഗ്രിബ് നിസ്കാരം അങ്ങ് കഴിഞ്ഞാൽ നിറഞ്ഞ മനസ്സോടുകൂടിയിട്ട് നമ്മൾ അങ്ങനെ ഓതിയാൽ ഇന്നാ അഅതൈനാകൽ കൗസർ, സൂറത്തുൽ കൗസർ പാരായണം ചെയ്യുന്നവരാരാണ്? സൂറത്തുൽ കൗസർ പാരായണം ചെയ്യുന്നവരാരാ? അങ്ങനെ പാരായണം ചെയ്യുന്നവർക്ക് നിറഞ്ഞ മനസ്സോടുകൂടിയിട്ട് അല്ലാഹു ഒരുപാട് പ്രതിഫലം കൊടുക്കും. ശഅബാൻ, റജബ്, ഷഹറുല്ലാഹ്. റജബ് അല്ലാഹുവിന്റെ മാസം. വശഅബാൻ ഷഹരി, ശഅബാൻ എന്റെ മാസമാണെന്ന് റസൂലുള്ളാഹ്. റമളാൻ എന്താണ്? വശഹറു ഉമ്മത്തി. റമളാൻ എന്ന് പറയുന്നത് എന്റെ ഉമ്മത്തിന്റെ മാസമാണെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ 3 മാസങ്ങളാണ്. ഒന്നാമത്തത് റജബ് കഴിഞ്ഞു റബ്ബിന്റെ മാസമായിരുന്നു. രണ്ടാമത്തതോ അതിന്റെ 2ാമത്തെ ദിവസത്തിലാണ് വശഅബാൻ ഷഹരി, ശഅബാൻ എന്റെ മാസത്തിലാണ്. ശഅബാൻ എന്റെ മാസമാണ്, ശഅബാൻ എന്റെ മാസമാണ്. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിന്റെ ഹബീബായ എന്നോട് നിങ്ങൾ സ്നേഹമുണ്ടാകണം. ശുദ്ധീകൃതങ്ങൾ സ്നേഹിച്ചതിന്റെ ഒരൽപ്പം വരാൻ പറ്റുമോ? ശുദ്ധീകൃതങ്ങൾ കരഞ്ഞില്ലേ? ശുദ്ധീകൃതങ്ങൾ വിഷമിച്ചില്ലേ? ശുദ്ധീകൃതങ്ങൾ സങ്കടത്തിലായില്ലേ? മനസ്സുപൊട്ടി അങ്ങ് കരഞ്ഞുപോയി. എന്തിനേറെ റസൂലുള്ളാഹി തങ്ങൾക്ക് പനി പിടിച്ചിരിക്കുകയാണ്. അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മസ്ജിദ് നബവിയുടെ അകത്തട്ടിലേക്ക് അങ്ങ് കടക്കുമ്പോ അല്ലാഹുവേ സ്വഹാബത്തിനെ മാത്രം കാണുന്നു. ചോദിച്ചു, എവിടെ അല്ലാഹുവിന്റെ പ്രവാചകർ? എന്റെ ലോകത്തിന്റെ മുത്ത് എവിടെ? ചോരിന്താനെ അവർ പറഞ്ഞാനെ, മനം നിറച്ചാനെ, കരമുറൈന്താനെ, അറിവീരെ മണമുടൈത്താരെ, കരം പിടിത്താരെ, മണി സ്വഹബോരെ, പനി പിടിത്തേ ഓടി സിദ്ദീഖവരെ, ചെന്ന് പുതപ്പും മൂടി അവർ കിടന്നു പോയി. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എവിടെ എന്റെ റസൂലുള്ള എവിടെന്ന് ചോദിക്കുമ്പോ സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് സഹാബത്ത് പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകർക്ക് പനി പിടിച്ചിരിക്കുകയാണ്. പനി പിടിച്ച് സങ്കടത്തിലാ, പനി പിടിച്ച് വിഷമത്തിലാണ് എന്ന് കേട്ടപാട് അബൂബക്കർ തങ്ങൾ ഓടുകയാണ്. ഇവിടെ വീടിന്റെ ഉള്ളിലേക്ക് അങ്ങ് കടന്നു പോയിട്ട് പുതപ്പ് മൂടി അങ്ങ് കിടക്കുകയാണ്. എന്റെ റസൂലുള്ളാഹിക്ക് പനി പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് തലയിലൂടെ മുണ്ടിട്ടുകൊണ്ട് കിടക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകർ മസ്ജിദ് നബവിയിൽ വന്നു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ നോക്കിയിട്ട് കാണുന്നില്ല. അയിന സിദ്ദീഖുൽ അക്ബർ, എവിടെയാണ് എന്റെ സിദ്ദീഖുൽ അക്ബർ? ആ സമയത്ത് സഹാബത്ത് പറഞ്ഞു, നബിയേ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അവിടത്തേക്ക് പനിയാണെന്ന് കേട്ടപ്പോ പനി പിടിച്ചു വിറച്ചിട്ട് വീടിന്റെ അകത്തട്ടിൽ കിടക്കുന്നുണ്ട്. നബിയേ യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞപ്പോ മുത്ത് നബി തങ്ങൾ പറഞ്ഞു, പോയി കൊണ്ടുവരാമോ അലിയെ എന്റെ സഹാബത്തിനോട്? അവിടെന്ന് പറഞ്ഞു, പോയി കൊണ്ടുവരാമോ? എന്റെ പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് പറയാണ്, അലിയിനോട് പറഞ്ഞലിയെ പോയി കൊണ്ടുവാ. എന്റെ പ്രിയപ്പെട്ട ശുദ്ധീകൃതങ്ങളെ കേട്ടപാട് വീട്ടിലേക്ക് അങ്ങ് ഓടുകയാണ്. ചൊല്ലുമ്പോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അവിടെ നിങ്ങനെ കിടക്കുന്നല്ലോ.
പനി പിടിച്ചു കിടക്കുന്നു. ചോദിച്ചു, സിദ്ദീഖേ എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോ പറഞ്ഞു, പനിയാ. ഉടൻ തന്നെ പറഞ്ഞു, എന്ത് പനിയാ? എന്റെ റസൂലുള്ള മസ്ജിദ് നബവിയിൽ വന്നു. ആ സമയത്ത് പറഞ്ഞു, വന്നിട്ടുണ്ട്, നിങ്ങളെ വിളിക്കുന്നുണ്ട്. എന്റെ റസൂലുള്ള എന്നെ വിളിച്ചോ? കേട്ടപാട് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പുതപ്പങ്ങ് വലിച്ചെറിഞ്ഞു. അലിയാര് തങ്ങളോടൊപ്പം ചെല്ലുമ്പോ റസൂലുള്ള പുഞ്ചിരിച്ചു കൊണ്ടിരുന്നപ്പോ സിദ്ദീഖ് തങ്ങളുടെ പനിയങ്ങ് മാറിയെങ്കില് അവരെത്ര സ്നേഹിച്ചു എന്നറിയോ? അബൂബക്കർ തങ്ങൾ എത്ര സ്നേഹിച്ചെന്നറിയോ? സിദ്ദീഖ് തങ്ങൾ എത്ര സ്നേഹിച്ചെന്നറിയോ? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ എത്ര സ്നേഹിച്ചെന്നറിയോ? സൗബാൻ റളിയല്ലാഹു അൻഹു എത്ര സ്നേഹിച്ചെന്നറിയോ? മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ എത്ര സ്നേഹിച്ചെന്നറിയോ? പ്രിയപ്പെട്ട മഹദിമാരെത്ര സ്നേഹിച്ചെന്നറിയോ? ഖലീഫമാരി എത്ര ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു വന്നെന്നറിയോ? സ്വഹാബത്തി എത്രത്തോളം ജീവൻ പണയം വെച്ച് ഉമ്മയെക്കാല്, ബാപ്പയെക്കാല്, സഹോദരങ്ങളെക്കാല്, കൂട്ടുകാരെക്കാല്, കൂടപ്പിറപ്പുകളെക്കാല് ഏറ്റവും കൂടുതൽ സ്വഹാബത്തി ഇഷ്ടം വെച്ചുകൊണ്ട് കടന്നു വന്നത് ലോകത്തിന്റെ മണിദീപമായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണെങ്കിൽ ഈ പരിശുദ്ധമാക്കപ്പെട്ട ശഅബാനിൽ എന്റെ പ്രിയമുള്ളവരെ, നമ്മളും അവിടെ നിന്ന് നിറഞ്ഞ മനസ്സോട് അള്ളാന്റെ പ്രവാചകർ ഇഷ്ടം വെച്ചുകൊണ്ട് കടന്നു വന്നാൽ ശഅബാൻ എന്ന് പറയുന്ന എന്റെ മാസമാണ്. എന്തിനേറെ ശഅബാ മാസത്തിൽ ഒരാള് അള്ളാന്റെ പ്രവാചകരുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയ അല്ലാഹു തആല അവനിക്ക് കൊടുക്കുന്ന മഹത്വങ്ങള്, അവനിക്ക് വേണ്ടി പടക്കുന്ന മലക്കുകള് ഇൻഷാ അല്ലാഹ് നാളത്തെ നമ്മുടെ മജ്ലിസിൽ അള്ളാന്റെ മാലാകമാര് നമുക്ക് വേണ്ടി ചെയ്യുന്ന സന്തോഷങ്ങള്, ശഅബാനിൽ മുത്തുനബിയുടെ പേരിൽ സ്വലാത്തുകൾ ചൊല്ലുന്ന, സലാമുകൾ ചൊല്ലുന്ന ഉമ്മത്തെ, നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലമുണ്ടല്ലോ. ആ പ്രതിഫലത്തിന്റെ മഹത്വങ്ങളും ഗുണങ്ങളൊക്കെ നാളത്തെ മജ്ലിസിൽ നമ്മൾ പറയും. അല്ലാഹു കേൾക്കാനും പഠിക്കാനും ജീവിതത്തിൽ കൊണ്ടുവരാനും അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. പ്രത്യേകിച്ച് മുത്തുനബിയുടെ മാസമാണ്, ഹബീബിന്റെ ഇഷ്ടമാണ്, ഹബീബിന്റെ ഇഷ്കാണ്, ഹബീബിന്റെ അനുരാഗമാണ്. അല്ലാഹുവേ, മദീനയുടെ മണൽ ചെപ്പുകൾ മുഴുവനും, ഓരോ മണൽ തരിവുകൾ മുഴുവനും വിളിക്കുന്ന ഒരേ ഒരു നേതാവ് റസൂലുള്ളാഹ്. കടലിന്റെ തിരമാലകളിലൂടെ തിരമാലകൾ അടിച്ചു വീശുമ്പോ അതിലും അള്ളാന്റെ പ്രവാചകർ റസൂലുള്ളാഹ്, കാറ്റിന്റെ ഈണത്തിലും ഹബീബ് അള്ളാന്റെ റസൂലുള്ളാഹ്. എന്തിനേറെ ഓരോ പക്ഷിപരവാദികളും ഓരോ മരത്തിന്റെ കൊമ്പുകളും അതിന്റെ ചാഞ്ചാട്ടത്തിലും ഒഴുകി വരുന്ന സുഗന്ധമേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മിന്നിമറയുന്ന നക്ഷത്രങ്ങൾ പോലും സൂര്യചന്ദ്രാദികളുമെല്ലാം ഈന്തപ്പനയുടെ ഓരോ തടികളും ഇലകളുമെല്ലാം അവിടുന്ന് വരവേറ്റ് പാടുന്ന സുഗന്ധ പൂവനമേ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി. തങ്ങൾ ഒരൊറ്റവട്ടമൊന്ന് മാറി നിസ്കരിക്കുമ്പോ ഒരു കൊച്ചുകുട്ടിയെ പോലെ പൊട്ടിക്കരഞ്ഞു പോയ ഈന്തപ്പന തടി പോലും കരഞ്ഞില്ലേ റസൂലുള്ളാഹ്? എന്റെ മനസ്സ് വേദനിക്കുന്നുണ്ട് നബിയേ, ഇന്ന് ഞാനെന്ന് ഒന്നുമല്ലാതെയായോ എന്ന് പറഞ്ഞുകൊണ്ട് കരയുമ്പോ റസൂലുള്ള നോക്കുന്നു, എവിടെന്നായി കരച്ചില്? പെട്ടെന്ന് അവിടെ നിന്ന് നോക്കുമ്പോ ഇന്നലെ വരെ റസൂലുള്ള ഇരുന്നു പോയി ഈന്തപ്പനത്തടി ആ മിഹ്റാബ് മിമ്പറിൽ നിന്ന് കരയുകയാണ്. നബിയേ, ഒരു പുതിയ മിമ്പർ കിട്ടിയപ്പോ എന്നെ വേണ്ടാതായോ നബിയേ? ഒരു കൊച്ചുകുട്ടിയെ പോലെ ഇരുന്നു കൊണ്ട് കരയുന്ന ഈന്തപ്പന തടിയുടെ അടുത്ത് വന്നിട്ട് റസൂലുള്ള തടറിയിട്ട് പറയാ, നാളെ എന്റെ സ്വർഗത്തിൽ എന്റെ കൂടെ ഉണ്ടായാ പോരെ എന്ന് പറയുമ്പോ ഈന്തപ്പന തടിയുടെ കരച്ചില് പോലും നിന്നു പോയെങ്കിൽ അവിടുന്ന് തടികളും പക്ഷിപരവാദികളും വൃക്ഷങ്ങളും ചെറിയ പ്രാണികൾ പോലും ഉറുമ്പുകൾ പോലും സ്വലാത്തുകൾ ചൊല്ലുന്ന നേതാവ് നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങള്,
എന്റെ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങള്, നാളത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരില് ഷഅബാനിൽ സ്വലാത്ത് ചൊല്ലിയാൽ ഒരു മലക്ക് നിങ്ങൾക്കൊരു പണി ചെയ്യും. അതിനെപ്പറ്റി ഇൻഷാ അല്ലാഹ് നമ്മൾ നാളെ പറയും. എല്ലാവരും ആളത്തെ ലിങ്ക് വന്ന് എല്ലാവരിലേക്കും ഇൻഷാ അല്ലാഹ് എത്തിച്ചു കൊടുക്കണം. അള്ളാഹുവേ, നമ്മുടെ മജ്ലിസിൽ സംഗമിച്ച മുഴുവൻ ആളുകളെ സ്വീകരിക്കണേ. അപ്പൊ സ്വലാത്തുകൾ ചൊല്ലിക്കോണം ഇൻഷാ അല്ലാഹ്. നാളത്തെ മജ്ലിസിൽ നിങ്ങളല്ലാതെ ഒരുപാട് കമന്റും കാര്യമൊക്കെ ഇടുന്നുണ്ട്. നാളത്തെ മജ്ലിസിൽ 313 സ്വലാത്ത് ചൊല്ലി എന്നുള്ളവർ കമന്റ് ഇടണം. അല്ലാഹു തആല സ്വീകരിക്കട്ടെ, അല്ലാഹു തആല ഖബൂലാക്കട്ടെ. ഇനി അതല്ല 1000 ചൊല്ലിയാലും ഇൻഷാ അല്ലാഹ് നാളെ നിങ്ങൾ ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ ചൊല്ലണം. അതൊക്കെ വെച്ചിട്ടാണ് നാളത്തെ ദുആ. അല്ലാഹുവേ, ഞങ്ങളെ സ്വീകരിക്കണേ റബ്ബേ, ഞങ്ങളെ ഖബൂലാക്കണേ റബ്ബേ, ഞങ്ങളുടെ മജ്ലിസിൽ സംഗമിച്ചവരെ സ്വീകരിക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ വഹബീബിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടലിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചോനെ, ഞങ്ങളുടെ ജീവിതത്തിന്റെ സകലമായ പ്രയാസങ്ങളും നീ മാറ്റിത്തരണേ അല്ലാഹ്. റബ്ബേ, ഈ പരിശുദ്ധമായ ശഅബാനിൽ ഞങ്ങൾ നിന്നോട് ചോദിക്കുന്ന റബ്ബേ, ഞങ്ങൾ നിന്നോട് ചോദിക്കുന്ന ഈ കരങ്ങളെ നീ തട്ടല്ലേ അല്ലാഹുവേ, കരുണക്കടലായ റബ്ബേ, ഞങ്ങളൊക്കെ പല രോഗങ്ങൾ കൊണ്ട് സങ്കടത്തിലാണ് റഹ്മാനെ. അല്ലാഹുവേ, പലരും ബ്ലഡ് ടെസ്റ്റ് ചെയ്തവരുണ്ട് റബ്ബേ. അതിലൊക്കെ ചെറിയ സങ്കടങ്ങൾ കാണുന്നുണ്ട് തമ്പുരാനെ. അല്ലാഹുവേ, ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാ രോഗങ്ങൾക്കും ശിഫാ തരണേ അല്ലാഹ്. പടച്ചോനെ, മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. നമ്മുടെ ഭാര്യമാര്, നമ്മുടെ മക്കള്, സഹോദരങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ കൂട്ടുകുടുംബാദികൾ എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ക്യാൻസർ പോലത്തെ രോഗത്തെ തൊട്ട് കാക്കണേ അല്ലാഹുവേ, അങ്ങനത്തെ ഒരു രോഗം ഒരാൾക്കും വെക്കല്ല അല്ലാഹ്. ശരീരത്തിന്റെ ഒരു ഭാഗവും ഇനിയും മുറിച്ചു മാറ്റുന്ന, അടർത്തി മാറ്റുന്ന, ഓപ്പറേറ്റ് ചെയ്ത് മാറ്റുന്ന ഒരു രോഗത്തെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്. പടച്ചോനെ, ഞങ്ങൾ അസ്മാഉൽ ഹുസ്ന ചൊല്ലിയിട്ടാ ഞങ്ങൾ നിന്റെ മുമ്പിലേക്ക് ചോദിക്കുന്നത് റബ്ബേ, ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തിന്റെ അണുക്കൾ ഞങ്ങളുടെ ആരുടെ ശരീരത്തിലുണ്ടോ അതെല്ലാം നീ തുടച്ചു മാറ്റണേ അല്ലാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ റബ്ബേ, ഞങ്ങളെ കബൂലാക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾ സാധുക്കളാണ് തമ്പുരാനെ, പാപികളാണ് റബ്ബേ. പരിശുദ്ധമായ റജബിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി. പടച്ചോനെ, ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലാഹ്. ഞങ്ങളുടെ പാപങ്ങളൊക്കെ നീ പൊരുത്തപ്പെട്ടു തരണേ അല്ലാഹ്. പടച്ചവനെ, നിന്റെ മാസത്തിൽ നിനക്ക് വേണ്ടി ഒരമലും ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലല്ലോ റബ്ബേ. പടച്ചവനെ, അമലുകൾ ചെയ്യാൻ, നന്മകൾ ചെയ്യാൻ നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ ദാറുസ്സലാമിന്റെ പരിപാടി മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, അത് ഷെയർ ചെയ്യുന്നവർ, അല്ലാഹുവേ, മജ്ലിസ് ഇല്ലാതെ ഇരുന്നിട്ട് പോലും അത് എത്തിച്ചു കൊടുക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട് റബ്ബേ. അല്ലാഹുവേ, ഇതിനു വേണ്ടി പാടുപെടുന്നവരുണ്ട് അല്ലാഹുവേ. ഈ ലിങ്ക് വന്നാൽ മറ്റുള്ളവരിൽ എത്തിച്ചു കൊടുക്കുന്നവരുണ്ട് അല്ലാഹുവേ. അതിനു വേണ്ടിയിട്ട് വീഡിയോകളൊക്കെ എഡിറ്റ് ചെയ്തിടുന്നവരുണ്ട്, പോസ്റ്റ് ഉണ്ടാക്കുന്നവരുണ്ട് അല്ലാഹ്. ഓരോരുത്തരുടെയും വിലപ്പെട്ട സമയത്തിന് നീ അവരുടെ ആഗ്രഹങ്ങളെ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചോനെ, കാരുണ്യക്കടലായ അല്ലാഹ്, ഞങ്ങളുടെ ഒരു ശരീരത്തും ക്യാൻസർ തരല്ല അല്ലാഹ്. ഞങ്ങളുടെ വായുടകത്ത് ക്യാൻസർ തരല്ല അല്ലാഹ്. ഞങ്ങളുടെ കഴുത്തിന്റെ ഭാഗങ്ങളിൽ ക്യാൻസർ തരല്ല തമ്പുരാനെ. അല്ലാഹുവേ, ആരുടെയെങ്കിലും ശരീരത്തോ കഴുത്തിലോ തലയിലോ ഇങ്ങനത്തെ രോഗത്തിന്റെ തുടക്കം വീണ്ടും ഉണ്ടെങ്കിൽ റബ്ബേ,
നീ തുടച്ചു മാറ്റണേ അല്ലാ. ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നീ തുടച്ചു മാറ്റണേ അല്ലാ. അല്ലാഹുവേ, കടങ്ങൾ കൊണ്ട് വലയുന്നവരുണ്ട്, അവരുടെ കടങ്ങളെ വീടാനുള്ള ഹലാലായ വഴികൾ നീ തുറന്നു കൊടുക്കണേ അല്ലാ, തുറന്നു കൊടുക്കണേ അല്ലാ. അല്ലാഹുക്കും ഒരു സങ്കടം കൊടുക്കല്ല അല്ലാ, ഒരാൾക്കും ഒരു ദുഃഖം കൊടുക്കല്ല അല്ലാ. പടച്ചോനെ, ഞങ്ങളുടെ ദുആയെ നീ സ്വീകരിക്കണേ റബ്ബേ, സ്വീകരിക്കണേ റബ്ബേ, സന്തോഷം തരണേ റബ്ബേ. നിന്റെ സ്വർഗത്തിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ഉത്തമ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ, ഉൾപ്പെടുത്തണേ അല്ലാ. അള്ളമുള്ളവരുണ്ട്, ലോൺ എടുത്തിട്ട് സങ്കടപ്പെട്ടവരുണ്ട്, അവരുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റണേ അല്ലാ, ദുഃഖങ്ങളെ മാറ്റണേ അല്ലാ. അല്ലാഹുവേ, ജീവിതത്തിന്റെ സങ്കടങ്ങളൊക്കെ മാറ്റിയിട്ട് ഖൈറ് തരണേ അല്ലാ. അല്ലാഹുവേ, ക്യാൻസർ പോലത്തെ രോഗം തന്ന് ഞങ്ങളാരെയും നീ പരീക്ഷിക്കല്ല അല്ലാ, നമ്മുടെ മക്കളെ പരീക്ഷിക്കല്ല അല്ലാ, നമ്മുടെ ബന്ധുമിത്രാദികളെ പരീക്ഷിക്കല്ല റബ്ബേ. ഞങ്ങളുടെ മജ്ലിസിൽ സംഗമിക്കുന്നവർ, ഇത് ഓരോരുത്തർക്കും എത്തിച്ചു കൊടുക്കുന്നവർ എല്ലാവരെയും കബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, സ്വർഗം കൊടുക്കണേ അല്ലാ, ഈ മാധുര്യം എത്തിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم برحمتك يا أرحم الراحمين.